അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഗ്രീൻ മട്ടൺ ബാർബിക്യൂ ആണ്. നമ്മുടെ മസാലകളൊക്കെ നല്ല പച്ച കളറിലാക്കിയിട്ട് നല്ല പച്ച കളറിൽ ഇതിനെ ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. അതിന് മുകളിൽ കുറച്ച് കച്ചറയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല ക്ലീൻ ചെയ്തെടുക്കണം ഇതിനെ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ മട്ടൺ ബാർബിക്യൂ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇത് നല്ല കൊഴുപ്പും വേണം, പക്ഷേ ഒരുപാട് കൊഴുപ്പും വേണ്ട. കച്ചറയാണ്, ഒന്നും വേണ്ടാത്ത സാധനങ്ങളാണ്. ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ലോണം കഴുകിയെടുത്താൽ ഞങ്ങൾ കഴുകുക. മതി. നമുക്കിത് ഡീപ്പായിട്ട് ഒരു ലെയറിട്ട് കൊടുക്കണം. ഇവിടെ മസാല ഇതിനകത്ത് ശരിക്കും ഇറങ്ങുള്ളൂ. ഇതാണ് നമ്മുടെ ഗ്രീൻ മസാല. പുതിനയും മല്ലി ഇലയുമാണ് നമ്മൾ ഗ്രീൻ മസാലയ്ക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചമുളക് ഇത് നമുക്ക് അരച്ചെടുക്കണം ഇതിനെയൊക്കെ. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അപ്പോൾ നല്ല കളറും കിട്ടും, അത്രയ്ക്ക് എരിവും ഉണ്ടായില്ല. നമുക്കിതിൻ്റെ മസാലകളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മല്ലിയില അരച്ചതാണ്. നല്ല പച്ച കളറല്ലേ. ഇത് നമുക്ക് ഒന്ന് വതക്കിയിട്ട് അരയ്ക്കാം, നമ്മൾ പച്ചക്ക് അരച്ചെടുത്തിരിക്കണം. ഇത് പുതിനയിൽ അരച്ചത്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് അരച്ചത്. ഇത് നമുക്ക് എരിവ് നോക്കിയിട്ട് ചേർത്താം. എരിവില്ലാത്ത പച്ചമുളകാണിത്. ഉപ്പ് പാകത്തിന്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരുപാടില്ലത് കളർ മാറും. നാരങ്ങപ്പൊടി, ഒരല്പം തൈര് കൂടെ ഒഴിക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല പച്ച കളറാവണം. ഇതിൽ വേറെ മസാലകളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇത്തിരി വതക്കിയിട്ട് അരച്ചെടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ മല്ലിയിലയും പുതിനയിലേക്കില്ലേ പച്ചമുളക് സാധനങ്ങളൊക്കെ, നമ്മളത് പച്ചയാണുള്ളത്, നമ്മളെന്തായാലും ഗ്രില്ല് ചെയ്യാനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റും നമുക്ക് കിട്ടും. എരിവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിനെ നമ്മുടെ ആട്ടിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഗ്യാപ്പിലൊക്കെ പോട്ടെ. തിരികെ ഇതിനകത്തൊക്കെ കുറച്ച് മസാല ഇടാം. നമ്മൾ മസാലകളൊക്കെ നല്ലോണം തേച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തൊരു വടി ഇടണം, പിടിക്കാൻ. തിരിക്കാം. റെഡി.
ഇത് ഒരു മണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ. അപ്പോഴേക്ക് മസാലയൊക്കെ മട്ടനിലേക്ക് നല്ലോണം പൊട്ടിക്കും. ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്യണം, നമുക്ക് കരിയിട്ട് കത്തിക്കാം. കാല് വെച്ച് കെട്ടാം. ടൈറ്റാക്കി നിർത്തിയാൽ അവിടെ നിൽക്കും. നമുക്ക് കുറച്ച് കരി ഇടാം. ചിരട്ട വെച്ച് കുറച്ച് കർപ്പൂരം ഇട്ടാൽ പെട്ടെന്ന് തീ കത്തും. പതുക്കെ കരിനെ അങ്ങനെ മുകളിൽ കയറ്റി വയ്ക്കാം. പിടിച്ചോളാം, പിടിക്കട്ടെ. പരത്തി കൊടുക്കണം, എല്ലാവരും പിടിക്കപ്പോൾ. ആയി, കനലായി, മതി. ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിനി ഇതിനെ അവിടെ ഗ്രിൽ ചെയ്യാം. ഇത് സംഗതി കമ്പിയൊക്കെ ഇട്ട് കെട്ടിയതാണ്, നിൽക്കില്ല ഇതിലിങ്ങനെ. ഇത് പതുക്കെ പതുക്കെ തിരിച്ചുകൊണ്ടിരിക്കണം. ആ ചൂടായില്ലേ സാധനം? എന്താ ചൂടുതാ, ആവി വരാൻ തുടങ്ങി. പതുക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം, ഭയങ്കര ചൂടാണ്. ഒരുപാട് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പതുക്കെ പതുക്കെ ചൂടാക്കി തിരിച്ച് മുകളിൽ തന്നെ വെച്ചിട്ട് പതുക്കെ പതുക്കെ 2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ കറക്കിയാലേ ശരിക്ക് എന്താ പറയുക ഗ്രില്ലാവുള്ളത്. ഇനി കുറച്ച് ഓയിൽ ഇടാം. ഇത് മസാലകളൊക്കെ ഡ്രൈ ആയി. അപ്പോൾ ഓയിലിങ്ങനെ തട്ടുമ്പോൾ ഇനി അതൊന്നും നെയ്യ് ഇങ്ങനെ ഉരുകി വരും. ഇതാണ് അവിടെയൊക്കെ നെയ്യ് ഉരുകിയതാണ്. അവിടെ നെയ്യ് എണ്ണയൊക്കെ ഉരുകി പറ്റാൻ തുടങ്ങി. ഇനിയാണ് ശരിക്കും ഇത് വേകുക. സംഗതി 1 മണിക്കൂറായിപ്പോൾ കറക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം പകുതി മുക്കാൽ വെന്തു. ഇനി കുറച്ചുകൂടെ ഇരിക്കട്ടെ, 1/2 മണിക്കൂർ കൂടി ഇരിക്കണം. സംഗതി ഒക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് ഇറക്കാം. പിടിച്ചോ. ഇനി നമുക്കിത് അഴിച്ചെടുക്കാം. ഇത് കട്ട് ചെയ്യാം. അത് തിരിച്ചത് നമുക്കിതൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. നമ്മൾ മുഴുവൻ ടേസ്റ്റ് നോക്കണ്ട, നമ്മൾ 2 കാല് മാത്രമേ ടേസ്റ്റ് നോക്കുള്ളൂ. അയാൾ ചൂട്. ഇതൊരു നാരങ്ങ പിഴിയാം. നമ്മൾ 2 കാല് മാത്രം എടുത്തുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് പാക്കിംഗ് ആക്കി. സംഗതിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂറോളം ഇതിനെ കുക്ക് ചെയ്തു. നമുക്ക് കുറച്ച് മയോണൈസ്, സൂപ്പറാണ്. കഴിച്ചു നോക്ക്. അടിപൊളി. നല്ല ചൂടാണ്. നല്ല പഞ്ഞു പോലെ ആയിരുന്നു കേട്ടോ സാധനം.
സോസിൽ മുക്കി നോക്ക്. ഒരു മധുരവും കൂടെ ഇട്ടില്ല. അത് സമാനത്തിൽ ഇരുന്ന് കഴിക്കാം. ശരിക്കും നിനക്ക് എന്ത് തോന്നുന്നു ഫീലിങ്? അടിപൊളിയായിരുന്നു സംഭവം. നമ്മൾ എപ്പോഴും ഈ മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണം. ഇത് നമ്മൾ കുറച്ച് മല്ലിയിലയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് പുതിന, അങ്ങനെ പച്ചമുളക് ഇതൊക്കെ ചേർത്ത് ഗ്രില്ല് ചെയ്തില്ലേ, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ശരിക്കും. അത് ഉണ്ടാക്കി കഴിച്ചാലേ അതറിയുള്ളൂ. പക്ഷേ ഇതൊന്ന് നമ്മൾ കുക്ക് ചെയ്ത് വളരെ സമയം എടുത്തിട്ട് വേണം ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ. പെട്ടെന്നൊന്നും വേവില്ല അല്ലേ, വളരെ പതുക്കെ. ഒരുപാട് സമയം എടുക്കും. നമ്മൾ തന്നെ ഒരു 2-2.5 മണിക്കൂർ നമ്മളിതിനെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലൊക്കെ ഈ ഒരു കറുത്തൊരു ഫീലിംഗ് കിട്ടണം, എങ്കിലേ ഉള്ളൊക്കെ ശരിക്കും വേകുള്ളൂ. അപ്പോൾ ഒരുപാട് മൂത്ത ആടാണെങ്കിലും വേഗം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് സമാനത്തിൽ കഴിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. നല്ല ചൂടാണ്, അപ്പോൾ നമുക്ക് കൈയിട്ട് ഇങ്ങനെ പിച്ച് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ക്ഷമയോടെ സമാനത്തിൽ ഇരുന്ന് കഴിക്കല്ലേ. ഞങ്ങളിപ്പോൾ എവിടെയും പോകണില്ല, കഴിച്ചിട്ടേ പോകണുള്ളൂ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.